വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കടത്ത്. ചില വീടുകളിലെ വീട്ടുകാർക്ക് ഏതെങ്കിലും കാരണവശാൽ വഴിപാടുകൾ നേർന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാകാം, ജോലിക്ക് വേണ്ടിയിട്ടാകാം, ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞു പ്രസവിക്കാതെ അല്ലെങ്കിൽ വിശേഷമാവുന്നില്ല അതിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വിശേഷമായി പ്രസവ തീയതിയൊക്കെ പറഞ്ഞു പക്ഷേ കുട്ടി തല തിരിഞ്ഞിട്ടാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണം, അല്ലെങ്കിൽ ചെറിയ മക്കളാണ് അതിനെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ എന്തെങ്കിലും ഓപ്പറേഷനൊക്കെ വേണമെന്ന് പറയുമ്പോൾ വിശ്വാസപ്രകാരം ഓരോരുത്തരുടെ വിശ്വാസപ്രകാരം അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതൽ വിശ്വാസമുള്ള ദൈവം ഏതാണെന്ന് വെച്ചെങ്കിൽ ആ ദൈവത്തോട് അവർ കൃത്യമായിട്ട് പ്രാർത്ഥിക്കും. അത് ഗുരുവായൂരപ്പനാവാം, ചാത്തനാവാം, കൊടുങ്ങല്ലൂർ അമ്മയാകാം, ചോറ്റാനിക്കര ഭഗവതിയാകാം, സുബ്രഹ്മണ്യ സ്വാമിയാവാം, പളഞ്ഞപ്പനാകാം. അപ്പോൾ ഇവരോടൊക്കെ വഴിപാടുകൾ നേരും. എൻ്റെ മകന് ഇന്ന മാതിരി ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സമാധാനമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജോലി കിട്ടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മക്കൾ ആൺകുട്ടി ഉണ്ടായാൽ അല്ലെങ്കിൽ പെൺകുട്ടി ഉണ്ടായാൽ, അങ്ങനെ വിവിധ തരത്തിൽ ആവശ്യങ്ങൾക്കായിട്ട് വഴിപാടുകൾ നേരെ പതിവുണ്ട്. അപ്പോൾ ചിലർ അരഞ്ഞാണം കൊടുക്കാം, ആ കുട്ടിക്ക് അരഞ്ഞയിൽ കിട്ടുന്ന പോലെ അരഞ്ഞാണം കൊടുക്കാം, അല്ലെങ്കിൽ താലി ചെയ്യൽ, അല്ലെങ്കിൽ കദളിപ്പഴം കൊണ്ട് തുലാഭാരം, അത് ശർക്കര കൊണ്ട്, എള്ളുകൊണ്ട്, വെണ്ണ കൊണ്ട്, നെയ്യ് കൊണ്ട്, അങ്ങനെ പല പ്രകാരത്തിലും ഈ തുലാഭാരം നേരും. അതേപോലെ ശയനപ്രതിഷ്ഠം, ഇതൊക്കെ നേർന്നിട്ട് ഒരു 10, 20, 25 കൊല്ലമൊക്കെ ആകുമ്പോഴാണ് വീണ്ടും ഓർക്കുക. കാരണം ഒരു കുട്ടിയുടെ കല്യാണത്തിൻ്റെ ആ സമയത്താവും ചിലപ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടീനെ പ്രസവിച്ച് അവനെ ഒരു ആൺകുട്ടിയാണെന്ന് വെച്ചെങ്കിൽ 10ാമത്തെ വയസ്സിൽ പിന്നെ ശയനപ്രതിഷ്ഠ നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെ കൊണ്ട് അയാൾക്ക് 20, 25 വയസ്സോ അല്ലെങ്കിൽ 30 വയസ്സൊക്കെ ആയിട്ട് കല്യാണത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ചിലപ്പോൾ അത് ആലോചിക്കുക. അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിയുമ്പോൾ അവിടെ താലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ തുലാഭാരം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അപ്പം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ആ കാര്യം നടത്താനായിട്ട് വഴിപാട് നേരും. നടന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു മറവി എല്ലാവരും ബാധിക്കും. അത് അങ്ങനെ ആയി ചിലപ്പോൾ നേർന്നിട്ടുള്ള ആൾ മറന്നിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ആ കുട്ടിയുടെ അമ്മയായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക, ആരെങ്കിലും. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ വഴിപാട് നേർന്നിട്ട് കൊടുക്കാത്തത് ആയി കഴിഞ്ഞാൽ വളരെയധികം ദോഷങ്ങളാണ് കണ്ടുവരുന്നത്. ദോഷങ്ങളെന്ന് പറഞ്ഞാൽ അവരെ പ്രത്യേകിച്ച് വല്ല സമയദോഷങ്ങളോ ഏഴരശനിയോ കണ്ടകശനിയൊക്കെ വരുമ്പോൾ ആ ഏഴരശനിക്ക് പറഞ്ഞിരിക്കുന്നതായ ദുരിതങ്ങളുണ്ട്. ആ ദുരിതത്തിന് കൂടുതൽ അനർത്ഥങ്ങളാവുമ്പോൾ, അല്ലെങ്കിൽ അത് രോഗങ്ങളായി, അല്ലെങ്കിൽ വീഴ്ചയായി, അല്ലെങ്കിൽ സർവ്വകാര്യ തടസ്സമൊക്കെ ആകുമ്പോൾ, രോഗത്തിന് മാറ്റമില്ലാതെ വരുമ്പോൾ ഡോക്ടറെ കാണിച്ച് വ്യത്യാസമില്ലാതെ വരുമ്പോൾ ഒരു ജ്യോത്സ്യനെ കാണിക്കും. ആ ജ്യോത്സ്യനെ കാണിക്കുമ്പോൾ അദ്ദേഹവും പറയാം ഇങ്ങനെ ഒരു വഴിപാട് കിടക്കുന്നുണ്ടല്ലോ, അത് ചിലപ്പോൾ വ്യാഴം പറഞ്ഞ രാശിയും കിട്ടുന്നുണ്ടാവുക. അത് വഴിപാടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ ആ സമയത്ത് സമ്മതിച്ചില്ലെങ്കിൽ തന്നെ ഇതൊരു പരിഹാരം ചെയ്യേണ്ട അവസ്ഥ വരികയെന്നിരിക്കുക. ശക്തമായിരിക്കുന്ന ദോഷങ്ങളുണ്ട്, സ്ഥലപരമായിട്ടുള്ള കാണുന്ന ദോഷങ്ങളുണ്ട്, ശത്രുദോഷങ്ങളുണ്ട്, ബാധ ഉപദ്രവങ്ങൾ, പ്രേതദോഷങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് കർമ്മം ചെയ്യുന്ന സമയത്തും അത് ആവാഹിക്കുന്ന സമയത്തും വഴിപാടിനെ കുറിച്ച് കാണിക്കുക. കാരണം കർമ്മം ചെയ്യുമ്പോൾ ഈ കർമ്മം ചെയ്യാനായിട്ട് ബാധാമൂർത്തികളൊക്കെ ഇതിലേക്ക് സാന്നിധ്യമായിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ തന്നെ വ്യാഴം പറഞ്ഞ രാശിയും ചിലപ്പോൾ കിട്ടുക. ഇനിയിപ്പോൾ അതുമല്ല, ആവാഹനമൊക്കെ നടത്തി വ്യാഴം പ്രസാദിച്ചു നോക്കുമ്പോൾ വ്യാഴം മറഞ്ഞു നിൽക്കുന്നതാണ് കിട്ടുക. 6, 8, 12 വന്നു കഴിഞ്ഞാൽ വ്യാഴം പ്രസാദിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചിന്തന നടത്തുമ്പോഴാണ് ശരിക്കും വഴിപാടിനെ കുറിച്ച് അറിയാം. അപ്പോൾ ഗുരുവായൂർക്കാണോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വ്യാഴത്തിനെ കൊണ്ട് ഗുരുവായൂർക്ക് ചിന്തിച്ചു വിചാരിക്കാം, അത് നോക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കാം. ചിലപ്പോൾ അതൊരു ക്രിസ്ത്യാനിയോ മുസ്ലിങ്ങളാണെന്ന് വെച്ചെങ്കിൽ ഈ വ്യാഴത്തിനെ കൊണ്ട് തന്നെ അവരുടെ പള്ളികളിലേക്ക്, അപ്പോൾ ക്രിസ്ത്യനെ പാവർട്ടി പള്ളിയാവാൻ, അങ്ങനെ ഉള്ള പള്ളികളൊക്കെ ഇരിക്കാം. അല്ലെങ്കിൽ മുസ്ലിംസ് ആണെന്ന് വെച്ചെങ്കിൽ പുത്തമ്പള്ളി, അല്ലെങ്കിൽ അവരുടെ വലിയ ജാറങ്ങൾ, അവിടേക്കാണ് വഴിപാടുകൾ. ആ വഴിപാടുകൾ നേർന്നിട്ട് കൊടുക്കാത്തത് എന്ന് ജ്യോത്സ്യം പറയുന്ന സമയത്ത് അവർക്ക് ഓർമ്മ വരിക അവിടെ ഉണ്ട്. അല്ലെങ്കിൽ നാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് നാഗൂർക്ക് ഇങ്ങനെ വഴിപാട് നേർന്നിട്ടുണ്ട്. അങ്ങനെ ഒക്കെ പറയുമ്പോഴാവും ആ സമയത്ത്, അപ്പോൾ കൊല്ലങ്ങൾ കുറേ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ആ വഴിപാടുകളും കൊടുത്തു കഴിഞ്ഞാലേ ഒന്നാമത് ഈ ചെയ്യുന്ന കർമ്മത്തിന് തന്നെ ഭേദം ഉണ്ടാവുള്ളൂ.
അല്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ചില്ല എന്ന് വിചാരിക്കുക. ഈ വ്യാഴം മറഞ്ഞു. അപ്പോൾ ഇനി ബാധാദോഷങ്ങൾ, ബാധാ വേർപാടാണ് നടത്തുന്നത്. ആ ബാധാ വേർപാട് നടത്തുന്ന സമയത്ത് ചാത്തൻ്റെ ദോഷമുണ്ടോ, അതിനെ ശനി പ്രസാദിച്ചു, അതിനെ ആവാഹിച്ചു. കാളിയുടെ ചൊവ്വയുടെ പ്രസാദിച്ചു, അത് ആവാഹിച്ചു. കരിങ്കുട്ടിയുടെ ആവാഹിച്ചു. അങ്ങനെ പല എല്ലാ മൂർത്തികളും ആവാഹിച്ച് നിൽക്കുമ്പോൾ അപ്പോൾ അത് ഇനിയിപ്പോൾ എങ്ങനെയെല്ലാം എല്ലാ ദോഷങ്ങളും തീർന്നിട്ടുണ്ടെങ്കിൽ വ്യാഴം പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴാവും ചിലപ്പോൾ ഇത് കാണുക വ്യാഴം മറന്നിട്ടാണ് നിൽക്കുന്നത്, വ്യാഴം പൂർത്തിയായിട്ടില്ല. എന്നാൽ ഇവിടെയൊക്കെ ആവാഹിക്കും, അതൊന്നും തെറ്റില്ല. ആവാഹിച്ച മൂർത്തികളൊക്കെ തെറ്റില്ലാണ്ടൊക്കെ ആവാഹിച്ച് മാറ്റി. നാഗങ്ങളെ ആവാഹിച്ചു, ആ രാഹു പ്രസാദിച്ചിട്ടുണ്ട്. പ്രേതങ്ങളുടെ വേർപാടിനെ ആവാഹിക്കുമ്പോൾ ഗുളികൻ പ്രസാദിക്കുന്നുണ്ട്. 6, 8, 12 എല്ലാം. അതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും ഈ തടസ്സങ്ങൾ വരുന്നുണ്ട്. വ്യാഴം മറഞ്ഞത്, ആ വ്യാഴം മറഞ്ഞ സംഭവത്തിനെ അത് കാര്യമായിട്ട് നോക്കിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു നോട്ടം ഈ ജ്യോത്സ്യം നോക്കി, അല്ലെങ്കിൽ ഒഴിവ് കാണുന്നൊരു വ്യക്തി, ഒഴിവ് നോക്കുന്ന ആളെന്ന് പറയും. കാരണം ബാധാദോഷങ്ങൾ തീർക്കുമ്പോൾ ആ ബാധാദോഷങ്ങളൊക്കെ വിട്ടുമാറിയിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ജ്യോത്സ്യൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് സ്വയം കർമ്മ്യനെ നോക്കി വെച്ചെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ വേറെ ആൾ കൊണ്ടുവരും. അപ്പോൾ ഈ ജ്യോത്സ്യം അത് നോക്കാത്ത പക്ഷം ഈ വ്യാഴത്തിൻ്റെ, അതായത് വഴിപാട് നേർന്ന കാര്യം അവിടെ കിടക്കും, വീണ്ടും കിടക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ചിലപ്പോൾ പറയാം. ചിലവരൊക്കെ നല്ല ശക്തമായിരിക്കുന്നത് ദൈവ സാന്നിധ്യത്തോടു കൂടി തുള്ളിയിരിക്കുന്ന സമയത്താണെങ്കിൽ പറയും, എൻ്റെ കറുപ്പ് വസ്ത്രം ധരിച്ചിരിക്കുന്നതായ എൻ്റെ ഇവിടേക്ക് ശബരിമലയ്ക്ക്, അല്ലെങ്കിൽ കാവ്യ വസ്ത്രം ധരിച്ചിരിക്കുന്നതായ എൻ്റെ നേരനിയൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ സന്താനത്തിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ അവിടേക്ക് വഴിപാടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ പട്ട് ചുവപ്പ്, ഇങ്ങനെ പട്ട് എൻ്റെ തിരായ ധരിച്ചിരിക്കുന്നതായ നല്ലമ്മയുടെ അടുത്തേക്ക്, കൊടുങ്ങല്ലൂർക്ക് എന്നുള്ളതിൽ, അല്ലെങ്കിൽ ഗുരുവായൂർക്കാണ് വെച്ചെങ്കിൽ അതെല്ലാം നല്ല ശക്തമായിട്ടുള്ളതായ സാന്നിധ്യം ഉണ്ടെങ്കിൽ, വെളിച്ചപ്പാടുമാരൊക്കെ തുള്ളിയിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇത്തരം വഴിപാടിനെ കുറിച്ച് പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, ഇപ്പോൾ പൈസ ഇല്ലാത്ത സമയത്ത്, തീരെ സ്വാധീനമില്ലാത്ത, സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ ഒരു കദളിപ്പഴം കൊണ്ട് വഴിപാട് നേർന്നു. അത് അന്നത്തെ നേരുമ്പോൾ ചിലപ്പോൾ ഒരു 5-6 കിലോന്നൊക്കെ ഉണ്ടാവുള്ളൂ. അത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 10-50 കിലോ വരുന്ന തൂക്കം ആയിരിക്കുന്ന സമയത്തൊന്നും ചിലപ്പോൾ ഓർമ്മിക്കുക. അപ്പോൾ അന്ന് നേരത്തെ പറയുമ്പോൾ ചിലപ്പോൾ സാമ്പത്തികമൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നീട് ചെയ്യുമ്പോൾ സാമ്പത്തികത്തോട് കൂടിയിട്ടല്ല, വിദേശത്തൊക്കെ പോയി അല്ലെങ്കിൽ ചില ജോലിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അത് ഈ പഴം കൊണ്ട് പറഞ്ഞത് വില കൂടിയിട്ടുള്ളതായ എന്തെങ്കിലും സംഗതികളെ കൊണ്ട് തുലാഭാരം നടത്തിയിട്ടുണ്ടാകുക. പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് വഴിപാട് നടത്തിയിട്ട് കാണില്ല, തുലാഭാരം നടത്തിയിട്ട് കാണില്ല. കാരണം ഇവർ പറഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ടാണ് നടത്തണുള്ളൂ. അത് എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ പച്ചവെള്ളം കൊണ്ടാണോ, ഇനിയിപ്പോൾ അതല്ലാണ് കദളിപ്പഴം കൊണ്ടാണോ, ഇനി അതും തന്നെയല്ല കൊതമ്പ് കൊണ്ടാണോ, നെല്ല് കൊണ്ടാണോ, ശർക്കര കൊണ്ടാണോ? പക്ഷെ ആ പറഞ്ഞിട്ടുള്ളത് എത്ര തൂക്കമായാലും ശരി, ആ പറഞ്ഞ പോലെ തന്നെ ചെയ്തില്ല വെച്ചെങ്കിൽ അവിടെ ചെയ്തതായിട്ട് കാണില്ല. അപ്പോൾ അത് പറഞ്ഞത് കൃത്യമായിട്ട് സമയം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ദോഷമില്ല. അത് ഏത് വഴിപാടായാലും ശരി, കൃത്യമായിട്ടൊരു ജ്യോത്സ്യനെ തെളിഞ്ഞ് കാണുന്നത്. അപ്പോൾ അത് മറയ്ക്കാൻ പറ്റില്ല എന്നർത്ഥം. അഞ്ഞിപ്പോൾ ഇന്നല്ല നാളെയായാലും ശരി, ആ വഴിപാട് അത് കടായിട്ട് തന്നെ അവിടെ കിടക്കും. ഇനിയിപ്പോൾ വല്ല ക്ഷേത്രങ്ങളിലേക്ക് വഴിപാട് ഒഴിഞ്ഞു വെച്ച് വിചാരിക്കുക. ഇപ്പോൾ ഗുരുവായൂർക്ക് തന്നെ വിചാരിക്കും, ഗുരുവായൂർക്ക്, അല്ലെങ്കിൽ ചിട്ടിക്കാട് പള്ളിയിലേക്ക്, അല്ലെങ്കിൽ ചാത്തൻ്റെ പള്ളിക്ക്, അവണയങ്ങാട്ടേക്ക് ആവാം, എവിടേക്കും ആവാം. ആ വഴിപാട് ഒഴിഞ്ഞു വെച്ചിട്ട് ഒരു ബെണ്ണാരാണ്, ആ ബെണ്ണാര നിറയുന്ന വരെ പൈസ എടുത്ത് വെച്ചു. ആ ബെണ്ണാരെടുത്ത് നിറഞ്ഞിട്ട് നോക്കുമ്പോൾ ഇവരുടെ വീട്ടുകാർക്ക് അവരുടേതായ ചിലവുകൾക്ക് പൈസ ഇല്ലാതെ വരുമ്പോൾ അതൊന്ന് കുറച്ചെടുത്തു. സ്വാഭാവികമായിട്ട് ചിലവരെടുക്കും, വേറെ ചില്ലറയൊന്നും ഉണ്ടാകില്ല. അങ്ങനെ ചില്ലറ എടുത്ത് അത് കുറേശ്ശെ എടുത്തിട്ട് നോക്കുമ്പോൾ അത് പകുതി മുക്കാലും എടുത്തിട്ടുണ്ടാവും, അതിന് എണ്ണം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അതിലേറെ അനർത്ഥം ഉണ്ടാവും. അത് എന്താ വെച്ചാൽ, ഒരു ക്ഷേത്രത്തിലേക്കായിട്ടൊരു വഴിപാട് നിശ്ചയിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അവിടുത്തെ ബെണ്ണാറായിട്ടാണ് കണക്കൂട്ടുക. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പൈസ എടുക്കാമെന്ന് പറഞ്ഞാൽ ക്ഷേത്ര ബെണ്ണാരം കൊള്ളയടിക്കുന്ന പോലെയാണ്. അപ്പോൾ അതൊരു കാരണവശാലും അതൊന്നും എടുക്കാൻ പാടില്ലാത്തതാണ്. അഥവാ അങ്ങനെ എടുത്തു വെച്ചെങ്കിൽ തന്നെ അതിന് കൃത്യമായിട്ടുള്ളൊരു എണ്ണ ഉണ്ടാകുക. ആ എണ്ണത്തിൽ കൂടി അതൊരു കുറച്ചും കൂടി പൈസ ചേർത്തിട്ട് അത് അവിടെ സമർപ്പിക്കുക. ഇല്ല വെച്ചെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും അത് അവിടെ നിന്ന് ദോഷമായിട്ട് തന്നെ കിടക്കുക. അതേപോലെ തന്നെയാണ് ഈ കരിശക്തി വാങ്ങിക്കുക. കരിശക്തി വാങ്ങിച്ച് കൊണ്ടുവന്ന് വയ്ക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതും ഇതേപോലെ തന്നെ വാങ്ങി കൊണ്ടുവന്നിട്ട് ഒരു 5-6 മാസമൊക്കെ വെച്ചിട്ട് അവർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ അത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും പുഴയില എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുക, ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ വിഷമം കൊണ്ട്. കാരണം ഇനി ഇവിടെ വെച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷേ ആ സംഭവം അവർക്ക് ശരിയാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് കിട്ടിയ അതേ സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ സമർപ്പിക്കുകയാണ് അതിൻ്റെ ഉചിതം. എന്നിട്ട് അവിടെ എന്താ വെച്ചാൽ വെളുക്കിന് എന്താ വെച്ചാൽ പൈസ കൊടുക്കുക.
അല്ലെങ്കിൽ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പൈസ എന്താ വെച്ച് കൊടുക്കുക. ഇനി എന്നെ കൊണ്ടത് വയ്യ, എനിക്കതിന് വേണ്ടാട്ടാന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിച്ച് പോരുക. അല്ലാത്തടത്തോളം കാലം ആ ശാപം കൂടി ഈ വീട്ടുകാരെ അനുഭവിക്കും. ഇതേപോലെ തന്നെയാണ് ആ വീട്ടിലത്തെ ധർമ്മദൈവാദികൾക്ക്. അവർക്കാണ് ഇപ്പോൾ ഒരു ദിവസത്തെ വെളുക്കന് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കർമ്മം ചെയ്യാമെന്ന് പറഞ്ഞു, കോഴീനെ വെറ്റി കർമ്മം ചെയ്യാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ തരത്തിലേതായ പൂജകൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ നേരിയിരിക്കുക. അതെല്ലാം ആ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാകും. ഇനി ചില വഴിപാടുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചട്ടാണ്, അത് കൃത്യമായിട്ട് നടന്നിരിക്കും, അതിൽ മാറ്റം ഉണ്ടാവില്ല. ഇങ്ങനെ നടന്നിട്ട് കൊടുക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുക. അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ചിന്തിക്കുക. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുകയാണ്. അപ്പോൾ വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് മക്കളുണ്ടാകുക. ആ മക്കളുണ്ടാകുമ്പോൾ അവർ പറയും, എനിക്കിങ്ങനെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പളനിയിൽ ചെന്നിട്ട് മുടി എടുത്തോളാം, ഒരു വയസ്സാകുമ്പോൾ അവിടെ നിന്നിട്ട് മുടി എടുത്ത് ആ വഴിപാട് തീർത്തുകൊണ്ട് ഞങ്ങൾ മകനെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ള അർത്ഥത്തിൽ അവിടെ ചെന്ന് ഈ പളനിയിലൊക്കെ മുടി വടിക്കുക അല്ലെങ്കിൽ മുടി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു വഴിപാടാണ്. മുരുകനായിട്ട് വരിക എന്നുള്ളതാണ്. അത് മുടിയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു രൂപമുണ്ട്. അതേപോലെയാണ് ഈ മുടിയൊക്കെ വടിച്ച് ചന്ദനമൊക്കെ ഇട്ട് അങ്ങനെ വഴിപാടൊക്കെ ചെയ്തിട്ട് പോരുക. അപ്പോൾ ഈ ഒരു വയസ്സിൽ കൊണ്ടുപോയിട്ട് മുടി ഇറക്കാം വഴിപാട് ചിലർ 2-3 വയസ്സ് വരെ ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കും. അത് മനഃപൂർവ്വമല്ല, സാമ്പത്തികം ഉണ്ടാവില്ല ആ സമയത്തേക്ക്. അല്ലപ്പോൾ അതായി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും മുടക്കുകളുണ്ടായിരിക്കും. അപ്പം ഇനിയിപ്പോൾ ഏതായാലും ആ ലീവിന് പോവാം, ഇത് കഴിഞ്ഞിട്ട് പോവാം, ഇനി അവരൊക്കെ വന്നിട്ട് പോവാം, അല്ലെങ്കിൽ ഒരു കുറി കിട്ടാണ്ട് അത് കിട്ടിയിട്ട് പോവാം എന്നൊക്കെ പറയും. ലാസ്റ്റ് 3-4 വയസ്സാകുമ്പോഴേക്കും കുട്ടിയുടെ മുടിയൊക്കെ കണ്ണിലേക്കും മറിഞ്ഞിട്ട് അങ്ങനെ കിടക്കും. അപ്പോൾ പിന്നെ അവരെന്ത് തോന്നുമെന്ന് പറഞ്ഞാൽ അവരുടെ ഐഡിയ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും അമ്പലത്തിലോ അല്ലെങ്കിൽ അറിയുന്ന വല്ല പൂജാരിയോടൊക്കെ ചോദിക്കും. അപ്പോൾ അവർ പറയും, അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് മുടി ഇറക്കാൻ പറയും. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ള പളനിക്കാണ്. ആ പളനിക്ക് പറഞ്ഞിട്ടുള്ളത് അവിടെ തന്നെ 100 കൊല്ലം കഴിഞ്ഞിട്ട് മുടി വെട്ടുന്നത് വെച്ചാൽ അവിടെ വന്നിട്ട് തന്നെ വെട്ടാൻ പറ്റുന്നു. ഇല്ല വെച്ചെങ്കിൽ ആ വഴിപാട് അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് ഭയങ്കര വിഷമങ്ങളുണ്ടാവുക. അപ്പോൾ അത് പറഞ്ഞിട്ട് വേറെ അനർത്ഥങ്ങൾ ഈ ലോകത്തിൽ ഒരുപാട് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുണ്ട്. നമ്മൾ എവിടേക്കാണ് പറഞ്ഞു വെച്ചാൽ അവിടേക്ക് ചെയ്യുക. അത് ചെയ്തില്ല വെച്ചെങ്കിൽ അത് കടമായിട്ട് കിടക്കും. പിന്നീട് അത് ശാപമായിട്ട് വരിക. ഒരു 2 കൊല്ലം 3 കൊല്ലം ആയതായാലും ശരി, അത് എല്ലാവരും വന്ന് ചെയ്യണമെന്നില്ല. അത് വന്നിട്ട് ഭഗവാനോട് സമസ്ത വരാൻ പറഞ്ഞ് ആ മുടിയറുത്ത് ചന്ദനമൊക്കെ പുരട്ടി വഴിപാടുകൾ എന്താണ് ചെയ്തിട്ട് തിരിച്ചു പോകുക. ഇത് അതല്ലാതെ വേറെ പളനി വേറെ സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്, അവിടെ പോയിട്ട് വഴിപാട് ചെയ്തിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞു. പിന്നെ അവരിങ്ങോട്ട് വരില്ല. അപ്പോൾ ഇതൊക്കെ വഴിപാട് കടമാണ്. അപ്പോൾ ഈ വഴിപാട് കടമെന്ന് പറഞ്ഞാൽ നേർന്ന് കഴിഞ്ഞ് കൊടുക്കണം, അല്ലെങ്കിൽ നേരരുത്. അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ അത് പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അതെന്ത് കഴിഞ്ഞാലും ആ ഒരു തെളിവ് പിന്നെ കിട്ടില്ല അവർക്ക്. കാരണം ഒരു കുട്ടിയുടെ മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ 1-ാം വയസ്സിലെ മുടി, ഈ മുടിയൊന്നും കിട്ടിയിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു പ്രത്യേകിച്ച് അവരൊരു ഇതുണ്ടായിട്ടില്ല. പക്ഷേ ആ ഒരു വഴിപാടിന് ഒരു പ്രത്യേകതയുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഗുണം ഉണ്ടായിട്ടുണ്ടായിരിക്കും അവർക്ക്. അതുകൊണ്ടാണ് അവർ ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്. അപ്പോൾ അങ്ങനെ വഴിപാടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കുക. അതില്ല വെച്ചാൽ വളരെ വിഷമത്തിൽ വരിക. അതിപ്പോൾ സ്വന്തം വീട്ടിലത്തായാലും ശരി, നാട്ടിലത്തായാലും ഇപ്പോൾ അയൽ വീട്ടിലാണ് അവിടെ ചാത്തൻ്റെ കള്ളം നടത്തുന്നുണ്ട്. ആ ചാത്തൻ്റെ കള്ളം നടത്തുമ്പോൾ ആ ചാത്തൻ്റെ സ്വാമിക്കായിട്ട് കോഴീനെ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കുപ്പി എണ്ണ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് തവിട് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കരിങ്കുട്ടിക്കായിരിക്കാം കരിങ്കുട്ടി ക്ഷേത്രത്തിലേക്ക് വഴിപാട് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മലവാരത്തമ്മയ്ക്കായിട്ട് ഒരു മുറം പൂജയ്ക്കായിട്ടുള്ളതായ സാധനങ്ങൾ കൊടുത്തുകൊണ്ട്, മുറം വട്ടി അല്ലെങ്കിൽ തവിട് കള്ള് കുഴുത്തി കോഴി ഒന്ന് മുറുക്കാൻ ഇത്യാദികളൊക്കെ വെച്ചിട്ട് അവിടെ സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പറയുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ പിന്നീട് കുറേ കഴിഞ്ഞ് അവർ തമ്മിൽ ഏതെങ്കിലും കാരണവശാൽ വഴക്കുണ്ടായിരിക്കുകയാണ്. പിന്നെ ഇവർ തമ്മിൽ ഈ വഴിപാടാണ്ട് അവർ കൊടുക്കില്ല. പക്ഷെ അവർക്ക് ആ ദൈവത്തിനോട് അടുത്ത വീട്ടിലെ കരിങ്കുട്ടിയോടാവാം, അടുത്ത വീട്ടിലെ മലവായിയോടാവാം, അല്ലെങ്കിൽ ചാത്തൻ സ്വാമിയോടൊക്കെ അടുത്ത വീടുകളിലുള്ള പൊതുക്ഷേത്രമാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ആ വീട്ടുകാരായിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഈ വഴിപാട് അവിടെ പെടും. പിന്നെ ഇവർ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ പോവില്ല, അവരെ വീട്ടിൽ ചെയ്യാൻ പോവില്ല. അല്ലെങ്കിൽ ഇവർ കൊണ്ടു ചെന്നാൽ പറയും, നീ ഇത് എൻ്റെ സാധനം പിടിക്കുക വേണ്ട കൊണ്ടുപോകണം പറയും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ അവർ അത് കൊടുക്കാതിരിക്കാനും പറ്റില്ല, കൊടുക്കാനും പറ്റില്ല. അതങ്ങനെയൊക്കെ വരുന്ന സംഭവങ്ങളിലൊക്കെ വളരെ ദുരിതങ്ങളുണ്ടാകുക. ഒരുപാട് ആളുകൾക്ക് ഇതേപോലെ വഴിപാട് നേർന്നിട്ട് ആ വീട്ടുകാരായിട്ട് തമ്മിൽ വഴക്കായിട്ട് കൊടുക്കാൻ പറ്റാത്തതുണ്ട്. ഇന്നവർക്ക് വേറെ എവിടെയും ചെയ്യാൻ പറ്റുമോ? അതും ചെയ്യാൻ പറ്റില്ല. പിന്നെ അല്ലെങ്കിൽ ഈ കാരണങ്ങൾ മാനിച്ചുകൊണ്ട് ഇതിൻ്റെ തെറ്റും പിഴയ്ക്ക് പറഞ്ഞിട്ട് ആ ദൈവത്തിനെ സങ്കല്പിച്ചിട്ട് അവിടെ കൊടുക്കണം. അപ്പോഴും ഇവിടെ കൊടുത്തത് തന്നെ ആവില്ലല്ലോ. ഒരു കുടുംബക്ഷേത്രത്തിലാണ് വെച്ചെങ്കിൽ ചാത്തനെ സങ്കല്പിച്ച് കൊടുക്കണമെങ്കിൽ ചാത്തൻ മാത്രമാവില്ല അവിടെ.
ആ ചാത്തൻ മാത്രമല്ല, ചാത്തൻ്റെ ഉപാസക ഗുരു ഉണ്ടായിരിക്കാം, കരിങ്കുട്ടി ഉണ്ടായിരിക്കാം, ചൊവ്വയുണ്ട്, കാളി ഉണ്ടാവും, ഒരുപാട് മൂർത്തികളുണ്ടാകും. അപ്പോൾ ഈ ചാത്തനെ കൊടുത്തിട്ടുള്ള കർമ്മം ചെയ്യുകയാണെങ്കിൽ, സങ്കല്പിച്ചിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ മൂർത്തികളെല്ലാവരാണ് അത് എടുക്കുന്നത്. പക്ഷെ ആ ഒരു തെളിവ് നമ്മുടെ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ വഴിപാടൊക്കെ നേരുമ്പോൾ ആലോചിക്കുക, എത്രയും പെട്ടെന്ന് കൊടുക്കുക, പിന്നീട് വെച്ചിരിക്കരുത്. എപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാതാവും എന്നുള്ളതും പറയാൻ പറ്റില്ല. ഇനി പറഞ്ഞിട്ട് ഒരു 60-70 വയസ്സായി, ആൾ മരണപ്പെട്ടു പോയി, ആ വഴിപാട് അവിടെ കിടക്കും. ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് അവിടെ പാൽക്കുടം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ വേല് കുത്തിയിട്ട് ഒരു 101 വേല് കുത്തി ശരീരത്തിലൊക്കെ കുത്തി, മറ്റേ പീലിക്കെട്ടും പിടിച്ച് പളനിമല കയറിക്കൊണ്ട് എല്ലാ പടിയും നടന്ന് കയറി വന്നുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വഴിപാടാവും നേർന്നുണ്ടാവുക. ഈ പറഞ്ഞിട്ടുള്ള ആൾ കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ വല്ല മറന്നു പോയിട്ടുണ്ടാവും. ആ വഴിപാടവിടെ വീഴും. പിന്നെ അതെങ്ങനെ ചെയ്യും? ആ വഴിപാട് അവിടെ കടായിട്ടാണ് കിടക്കുന്നത്. ഈ മരിച്ച വ്യക്തി മരിക്കുന്ന വരെ, അതിപ്പോൾ 40-45 വയസ്സിലാവും ഇദ്ദേഹം മരിച്ചിട്ടുണ്ടാവുക. അതുവരെ പിന്നാവാം എന്നിട്ട് വെച്ച് പോകുന്നു. അതാ പറഞ്ഞ ഏകദേശം ഒരു സമയത്തിൽ ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ തീർന്നു. ഇനിയിപ്പോൾ ഈ വഴിപാട് തീർക്കണം എന്ന് പറഞ്ഞിട്ട് കടാണ്, അവരുടെ മക്കൾ തീർക്കുമോ, ചെയ്യുമോ? അത് ശരിയാവില്ല. അച്ഛനെ പറഞ്ഞിട്ട് അച്ഛൻ ചെയ്തോളൂ എന്ന് പറയും. മരിച്ചാലും വേണ്ടി ആ ആൾക്ക് ഭ്രാന്ത, അങ്ങനെ വിട്ടുകളയും. ഇതുപോലെ പളനിക്ക് ഒരു വഴിപാട് അവർ പൂജയ്ക്ക് വന്നത് നോക്കി, ആ നോക്കിയിട്ട് അങ്ങനെ കർമ്മങ്ങളൊക്കെ കർമ്മങ്ങൾ ചെയ്തു. ആ കർമ്മങ്ങളൊക്കെ ചെയ്ത് ആവാഹിച്ചതിന് ശേഷം ഇങ്ങനെ വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു. സുബ്രഹ്മണ്യ സ്വാമിക്കുള്ളൊരു വഴിപാട് കടമായിട്ട് അവിടെ കണ്ടു. അപ്പോൾ അത് അവരോട് ചോദിച്ചു നോക്കുമ്പോൾ എന്താണ് വഴിപാട് ചോദിക്കുമ്പോൾ ഒരാൾക്കും അറിയണില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് അതും ആർക്കും അറിയണില്ല. അപ്പോൾ കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നൊരു വല്യമ്മ പറയേ, ഇവരുടെ അച്ചാച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ 16 വയസ്സാകുമ്പോൾ ശരീരത്തിൽ മൊത്തം ചങ്ങലയിട്ടിട്ട്, ആ ചങ്ങലയിട്ടതിന് ശേഷം ഈ ശൂലം, വേലും അതേപോലെ പീലിത്തണ്ടും കൂടിയിട്ട് കെട്ടിയിട്ട് പിടിച്ചിട്ട് അവിടുന്ന് അടിവാരത്തിന് മുകളിൽ വരെ കയറി അവിടെ അഭിഷേകം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വഴിപാട് ഇദ്ദേഹത്തിന് അറിയില്ല. പറഞ്ഞ ആൾ മരിച്ചു പോയി, ഇത്രയും വർഷമായിട്ട് ചെയ്തിട്ടുമില്ല. അങ്ങനെ അന്ന് വരുമ്പോൾ എന്താ 65 വയസ്സിൻ്റെ ആൾക്ക്. എന്നിട്ട് അതിന് ശേഷം ഈ പറഞ്ഞ വഴിപാട് അവിടെ ചെയ്യാനായിട്ട് പറഞ്ഞു. ഇനി അവിടെ പോയിട്ട് ചങ്ങലയിട്ട് കയറാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. നടച്ചങ്ങലയിട്ട് കയറണമെന്ന് പറഞ്ഞിരുന്നത്, അങ്ങനെ എന്തോ പ്രശ്നമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും വഴിപാടുകൾ നേർന്നിട്ട് അത് കൃത്യമായിട്ട് കൊടുക്കുക. ഇല്ല വെച്ചാൽ അത് കടമായിട്ട് കിടക്കും, പിന്നീട് നമുക്ക് തീർക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.